ഐതിഹ്യമാല അധ്യായം 56. പറങ്ങോട്ട് നമ്പൂതിരി. ബ്രിട്ടീഷ് മലബാറിൽ പറങ്ങോട് എന്നില്ലപ്പേരായി ഒരു നമ്പൂരി ഉണ്ടായിരുന്നു. അദ്ദേഹം സകല വേദശാസ്ത്രങ്ങളും പുരാണ ഇതിഹാസ ഗ്രഥികളും ഗ്രഹിച്ചിട്ടുള്ള ഒരു വിദ്വാനും പ്രകൃത്യ വിരക്തനും ഈശ്വര ഭക്തനുമായിരുന്നു. ഐഹിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം കുറച്ചു കാലം ഈശ്വരനെ സേവിച്ചുകൊണ്ട് സ്വഗൃഹത്തിൽ തന്നെ താമസിച്ചതിന് ശേഷം അർത്ഥപുത്രമിത്രാദികളെ എല്ലാം ഉപേക്ഷിച്ച് വളരെ കാലം അന്യദേശങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പോയി ഒടുവിൽ അദ്ദേഹം ഒരു വലിയ വനാന്തരത്തിൽ ചെന്നു ചേർന്നു. അപ്പോഴേക്കും അദ്ദേഹം ക്ഷുൽപ്പി പാസാദികൾ കൊണ്ട് ഏറ്റവും പരവശനായി തീർന്നു. അതിനാൽ ഭക്ഷണ പാനീയങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം ആ വനാന്തരത്തിൽ ചുറ്റി സഞ്ചരിച്ചു. അപ്പോൾ ദൈവഗത്യ ഒരു മുനിവരി ആശ്രമം കണ്ടെത്തുകയും അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന മഹർഷി ശ്രേഷ്ഠന്റെ അടുക്കൽ ചെന്ന് തനിക്ക് വിഷവും ദാഹവും ദുസ്സഹമായി തീർന്നിരിക്കുന്നുവെന്നും അവയെ ശമിപ്പിക്കുന്നതിന് വല്ലതും തരണമെന്ന് യാചിക്കുകയും ചെയ്തു. അത് കേട്ട ആ മഹർഷി ശ്രേഷ്ഠൻ ചില ഭക്ഷണ സാധനങ്ങളും മറ്റും കൊടുത്ത് ആ നമ്പൂരിയെ സംതൃപ്തനാക്കിയതിനു ശേഷം അങ്ങ് ആരാണ്, എന്തിനായിട്ടാണ് ഇവിടെ വന്നത് എന്നും മറ്റും ചോദിച്ചു. അപ്പോൾ നമ്പൂരി താനൊരു ബ്രാഹ്മണനാണെന്നും മറ്റുമുള്ള പരമാർത്ഥമെല്ലാം മഹർഷിയെ ഗ്രഹിപ്പിച്ചു. ഉടനെ മഹർഷി അങ്ങ് വേദോധ്യാനം ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് നമ്പൂരി പറഞ്ഞപ്പോൾ മഹർഷി, എന്നാൽ അങ്ങയ്ക്ക് ക്ഷുൽപ്പി പാസാദികളുടെ ബാധയുണ്ടാകുവാൻ ഇടയില്ലല്ലോ. ആട്ടെ, വേദം മുഴുവനും അങ്ങ് പഠിച്ച പ്രകാരം ഒന്ന് ചൊല്ലിക്കേൾക്കട്ടെ എന്നു പറ. അത് കേട്ട് നമ്പൂരി വേദം മുഴുവനും താൻ പഠിച്ചിരുന്നത് പോലെ ചൊല്ലിക്കേൾപ്പിച്ചു. അപ്പോൾ മഹർഷി, ഇത് മുഴുവനും പിഴയാണ്. ഇതെല്ലാം മറന്നാൽ അങ്ങയ്ക്ക് ഞാൻ വേദം ഉപദേശിച്ചു തരാം. ഇത് മറക്കുന്നതിന് കുറച്ചു ദിവസം വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഉരുവിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്രകാരം നമ്പൂരി വടക്കോട്ട് തിരിഞ്ഞിരുന്ന ഏതാനും ദിവസം വേദം ഉരുവിടുകയും അപ്പോഴേക്കും അദ്ദേഹം പഠിച്ചിരുന്നതെല്ലാം മറക്കുകയും ചെയ്തു. പിന്നെ ആ മഹർഷി ശ്രേഷ്ഠൻ വേദം ആദ്യം മുതൽ അവസാനം വരെ നമ്പൂരിക്ക് ഉപദേശിക്കുകയും വേദത്തിൽ ഇന്നിന്ന മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടാൽ വിശപ്പും ദാഹവും ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പിന്നെ നമ്പൂരി അപ്രകാരം ക്ഷുൽപ്പിപാസാദികളെ അടുക്കിക്കൊണ്ടും യോഗാഭ്യാസം ചെയ്തുകൊണ്ടും ആ മഹർഷിയുടെ അടുക്കൽ താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം 2 ദിവ്യ പുരുഷന്മാർ അവിടെ വരികയും മഹർഷിയെ കണ്ട് എന്തോ ചിലതെല്ലാം പറഞ്ഞു പോവുകയും ചെയ്തു. അവരും മഹർഷിയുമായി ഉണ്ടായ സംഭാഷണങ്ങളെല്ലാം കേട്ടുവെങ്കിലും അത് മനുഷ്യഭാഷയിലല്ലായിരുന്നതിനാൽ നമ്പൂരിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. അതിനാൽ അദ്ദേഹം മഹർഷിയോട് ആ വന്ന ദിവ്യ പുരുഷന്മാർ ആരായിരുന്നുവെന്നും അവർ പറഞ്ഞത് എന്തായിരുന്നുവെന്നും മറ്റും ചോദിച്ചു. അപ്പോൾ മഹർഷി, ആ ദിവ്യന്മാർ കൈലാസവാസികളായ 2 ശിവഭൂതങ്ങളാണ്. ഇന്ന് ശ്രീപാർവതിക്ക് സോമവാര വ്രതമാവുകയാൽ കാൽ കഴുകി ചൂട്ടിന് ഞാൻ കൂടി ചെല്ലണമെന്ന് ദേവി അരുളി ചെയ്തിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തനിക്കും കൂടി കൈലാസത്തെങ്കിൽ പോയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം കലശായി തീരുകയാൽ നമ്പൂരി തന്നെ കൂടി കൊണ്ടുപോകണമേ എന്ന് മഹർഷിയോട് അപേക്ഷിച്ചു. അപ്പോൾ മഹർഷി, അങ്ങ് അതിനിപ്പോൾ ശക്തനായിട്ടില്ല. ഇവിടെ താമസിച്ചാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അങ്ങ് അതിനും ശക്തനായി തീരുമായിരിക്കും. അപ്പോൾ അതിനായിട്ട് ആഗ്രഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതൊന്നും സമ്മതിക്കാതെ നമ്പൂരി പിന്നെയും നിർബന്ധിക്കുകയാൽ ഒടുവിൽ മഹർഷി നമ്പൂരിയുടെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് സമ്മതിക്കുകയും എന്നാൽ കൈലാസത്തിൽ ചെന്നാൽ അങ്ങുമിങ്ങുമൊക്കെ നോക്കുകയോ വല്ലതും സംസാരിക്കുകയോ ചെയ്യരുതെന്നും ഒന്നും മിണ്ടാതെ തലകുമ്പിട്ട് നിലത്ത് തന്നെ നോക്കിക്കൊണ്ടിരുന്നു കൊള്ളണമെന്നും മഹർഷി പറയുകയും അപ്രകാരമായിക്കൊള്ളാമെന്ന് നമ്പൂരി സമ്മതിക്കുകയും ചെയ്തു. പോകുവാനുള്ള സമയമായപ്പോൾ മഹർഷി തൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് കണ്ണടയ്ക്കുവാൻ നമ്പൂരിയോട് പറഞ്ഞു. നമ്പൂരി അപ്രകാരം ചെയ്യുകയും അരനിമിഷം കൊണ്ട് 2 പേരും കൈലാസത്തിങ്കിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ കാൽ കഴിച്ചുകൂട്ടിനായി അവിടെ അസംഖ്യം മഹർഷിമാർ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ കാൽ കഴിക്കിച്ചത് ശ്രീ പരമേശ്വരനായിരുന്നു. ആ കൂട്ടത്തിൽ പറങ്ങോട്ട് നമ്പൂരിയും ഭഗവാൻ കാൽ കഴിയിച്ചു. ഉടനെ എല്ലാവരും ഉണ്ണാനിരുന്നു. അപ്പോഴേക്കും അവർക്ക് കുടിക്ക് നിവർത്തുവാനായി ശ്രീപാർവതിയുടെ പുറപ്പാടായി. ദേവിയുടെ കാൽ ചിലമ്പിൻ്റെ മഞ്ചുള്ള നാദം കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ നമ്പൂരിയുടെ മനസ്സിളകി തുടങ്ങി. ശ്രീപാർവതി ഓരോരുത്തർക്കും മുറയ്ക്ക് കുടിക്ക് നീർ വീഴ്ത്തി. ക്രമേണ നമ്പൂരി അടുക്കൽ വന്നു ചേർന്നു. അദ്ദേഹത്തിന് കുടിക്ക് നീർ വീഴ്ത്തിയ സമയം അദ്ദേഹം കുനിഞ്ഞിരിക്കുകയായിരുന്നു. എങ്കിലും ശ്രീപാർവതിയുടെ പാദങ്ങൾ അദ്ദേഹം സ്പഷ്ടമായി കണ്ടു. ഈ പാദങ്ങൾ തന്നെ ഇത്ര മനോഹരങ്ങളായിരിക്കുന്ന സ്ഥിതിക്ക് ഈ ദേവിയുടെ മുഖം എത്രമാത്രം സുന്ദരമായിരിക്കും. എന്തൊക്കെയായാലും അതൊന്ന് കാണാതെ കഴിയുകയില്ല എന്ന് വിചാരിച്ച് നമ്പൂരി പതുക്കെ ഒന്ന് തലയുയർത്തുവാൻ ഭാവിച്ചു. അപ്പോൾ ദേവിയുടെ സമീപത്ത് നിന്നിരുന്ന നന്ദികേശ്വരന്റെ ഒരു ഹുങ്കാരം കേൾപ്പെടുകയും നമ്പൂരി ബോധരഹിതനായി അവിടെ വന്ന് തെറിച്ചു പോവുകയും ചെയ്തു. പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ നമ്പൂരിക്ക് ബോധം വീണു. അദ്ദേഹം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ താൻ കിടക്കുന്നത് ഒരു കുളത്തിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എങ്കിലും ഈ ദേശം ഏതാണെന്നും മറ്റും അദ്ദേഹത്തിന് അറിയുവാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഒരു വൃഷലി ചില പാത്രങ്ങൾ തേച്ച് മിടുക്കുന്നതായി ആ കുളത്തിൽ വന്നു.
അവളോട് ചോദിച്ചപ്പോൾ ആ കുളം പൂവുള്ളി മനക്കിലെ വകയാണെന്നും മറ്റും പറയുകയും നമ്പൂരി അവിടെ മുമ്പ് പലപ്പോഴും പോയിരുന്നതുകൊണ്ട് അത് വാസ്തവം തന്നെയാണെന്ന് മനസ്സിലാകുകയും ചെയ്തു. നമ്പൂരിക്ക് സന്ധി ബന്ധങ്ങളെയെല്ലാം തളർന്നിരുന്നുവെങ്കിലും അദ്ദേഹം ഒരുവിധം അവിടെ നിന്ന് കരയ്ക്ക് കയറി. ആ സമയം പൂവുള്ളി മനക്കൽ അതികലശായ ഒരു കരച്ചിലും പിഴച്ചിലും അലയിലും മുറയിലും എല്ലാം കേൾക്കുകയാൽ അതിൻ്റെ കാരണം എന്തെന്ന് അദ്ദേഹം വൃഷാലിയോട് ചോദിച്ചു. അപ്പോൾ അവൾ മനക്കിലെ വലിയ തിരുമിനിസിലേക്ക് വളരെ മോഹിച്ചുണ്ടായിരുന്ന ഏകപുത്രൻ ഇന്നലെ രാത്രിയിൽ പെട്ടെന്നുണ്ടായി എന്തോ സുഖക്കേട് നിമിത്തം മരിച്ചുപോയി. ആ തങ്കക്കട്ട പോലെ ഇരുന്ന ഓമനക്കുട്ടന് 3 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ശവം ഇപ്പോൾ ദഹിപ്പിക്കാൻ എടുത്തുകൊണ്ടു പോവുകയാണ്. അതിൻ്റെ കോലാഹലമാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ നമ്പൂരിക്ക് മനക്ലേശവും വരികയും ആ സമയം വലിയ നമ്പൂരിപ്പാട്ടിനെ തൻ്റെ ഏകപുത്രൻ്റെ മൃതശരീരം ദഹിപ്പിക്കുവാനായി എടുത്ത് ചിതയെങ്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. നമ്പൂരി അടുത്ത് ചെന്ന്, ഹേയ്, അവിടെ നിന്നൊട്ടും വ്യസനിക്കേണ്ട, ഉണ്ണിയെ ഞാനിപ്പോൾ ജീവിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് അതിനെ അവിടെ കിടത്തണമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് നമ്പൂരിപ്പാട്ടിലേക്ക് ഒട്ടും വിശ്വാസമുണ്ടായില്ല. എങ്കിലും മോഹാധിക്യം നിമിത്തം ആ മൃതശരീരത്തെ അവിടെ കിടത്തി. നമ്പൂരി കുറച്ചു വെള്ളം കയ്യിലെടുത്ത് കണ്ണടച്ച് എന്തോ ഒരു മന്ത്രം ജപിച്ച് ഉണ്ണിയുടെ മുഖത്ത് തളിച്ചു. ഉണ്ണി ഉടനെ കണ്ണു തുറന്നു. നമ്പൂരി പിന്നെയും 2 പ്രാവശ്യം കൂടി വെള്ളം ജപിച്ച് തളിച്ചു. അപ്പോൾ മരിച്ചു കിടന്നിരുന്ന ഉണ്ണി സ്വസ്ഥ ശരീരനായി എണീറ്റ് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് നമ്പൂരിപ്പാട്ടിലെ അടുക്കിലേക്ക് ചെന്നു. അപ്പോൾ നമ്പൂരിപ്പാട്ടിലേക്കും അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്കും മറ്റുമുണ്ടായ സന്തോഷവും അത്ഭുതവും എത്രമാത്രമെന്ന് പറയുവാൻ പ്രയാസമാണ്. പറങ്ങോട്ട് നമ്പൂരിപ്പാട്ടിലേക്ക് പരിചിതനായിരുന്നു. എങ്കിലും അപ്പോൾ ജടയും മുടിയുമൊക്കെ ധരിച്ചും മരവരി ഉഴുത്തും മറ്റും ഇരുന്നതുകൊണ്ടും കണ്ടിട്ട് വളരെ കാലമായിരുന്നതിനാലും അദ്ദേഹത്തിന് ഇന്നയാളാണെന്ന് നമ്പൂരിപ്പാട്ടിലേക്ക് തൽക്കാലം മനസ്സിലായില്ല. പിന്നെ നമ്പൂരിപ്പാട്ടിന് ചോദിച്ചപ്പോൾ നമ്പൂരിപ്പാട്ടിലേക്ക് നമ്പൂരിയുടെ മുഖച്ഛായ ഓർമ്മയിൽ വരികയും അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്തു. പറങ്ങോട്ട് നമ്പൂരിക്ക് ആഭിജാത്യം സ്വല്പം കുറവായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ യോഗ്യതയും ദിവ്യത്വവും വിചാരിച്ച് നമ്പൂരിപ്പാട്ടിന് അദ്ദേഹത്തിന് തൻ്റെ പുരോഹിത സ്ഥാനം കൊടുത്ത് തന്നെ കൂടെ തന്നെ ആജീവനാന്തം താമസിപ്പിച്ചു. ഇതോടുകൂടി ഐതിഹ്യമല അധ്യായം 56 തീരുകയാണ്. അടുത്തത് അധ്യായം 57 പാക്കിൽ ശാസ്താവ് തുടരും.